ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനയുടെ അമ്മ പറയുകയാണ്, ഇവൾ എൻ്റെ മകളൊന്നുമല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കല്യാണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് കല്യാണി ഞെട്ടി നിൽക്കണ കാണുമ്പോൾ മേഘനയുടെ അമ്മ തുടർന്ന് പറയുകയാണ്, അതെ, ഇവൾ എൻ്റെ മകളല്ല, എനിക്കാകെ ഒരേ ഒരു മകളുള്ളൂ, അത് എൻ്റെ അരികിൽ നിൽക്കുന്ന ഇവളാണെന്ന് പറഞ്ഞിട്ട് നിഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിഷ പറയുകയാണ്, അതെ, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്, ഇവളുടെ അമ്മ മരണപ്പെട്ടു പോയതാണ്, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായോ കാര്യങ്ങളൊക്കെ എന്ന് മേഘനയുടെ അമ്മ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കല്യാണിയോടായിട്ട്. അതിനുശേഷം കല്യാണി ഒന്നും മിണ്ടുന്നില്ല. ഇവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കല്യാണി എന്നിട്ട് മേഘനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘന ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്, നിനക്ക് എന്നോട് ഈ സത്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ, അത് സത്യമാണ്, എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരണപ്പെട്ടതാണ്, അതിനുശേഷം എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചതാണ് ഈ സ്ത്രീയെ, അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ പേടിക്കണ്ട, നിനക്കെല്ലാവരും കൂടെയുണ്ട്, നിനക്കെല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മേഘനയുടെ വീടാണ്. മേഘനയുടെ അനിയത്തിയെ പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ മേഘനയുടെ അനിയത്തിയായ നിഷയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്തായാലും മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് മാറ്റിക്കൊള്ളണം. കാരണം അവൾ ചിലപ്പോൾ ഇവിടേക്ക് വരും അവകാശം ചോദിച്ചിട്ട്, പിന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിന്റെ അച്ഛന് സ്വഭാവമൊക്കെ ചിലപ്പോൾ മാറും കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് എത്രയും വേഗം നിന്റെ ഭർത്താവുമായി സംസാരിച്ചിട്ട്, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനായി സംസാരിച്ചിട്ട് നിന്റെ ഈ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലാക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ. അതിനുശേഷം പറയുന്നുണ്ട് അമ്മ, എന്തായാലും അവൾ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് നന്നായി, അതുകൊണ്ട് നമുക്ക് അവളെ വെറുത്ത് നിൽക്കാം, അവൾക്ക് സ്വത്തുക്കളൊന്നും കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് നിൽക്കണം. ആ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മ പറയാണ്, മോളെന്തായാലും ചായ എടുത്തുകൊണ്ട് പോകാൻ, ഞാൻ അവിടേക്ക് ചെല്ലട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശാരിയെ കാണിക്കുകയാണ്. ശാരിയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ദോശയൊക്കെ വെള്ളപ്പൊക്കെ ചുട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ആലോചനയിലാണ്. അപ്പോൾ നമ്മുടെ സര എവിടേക്ക് വരുന്നുണ്ട്. അമ്മ എന്തായി ഉണ്ടാക്കുന്നത്, കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ സരയാണ് അതൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. ഇതൊക്കെ എന്തോരം സാധനങ്ങൾ അമ്മ എന്ന് പറയാണ്. അമ്മയ്ക്ക് എന്താ 2 ദിവസമായിട്ട് എന്താ പറ്റിയത്, അമ്മ ഒറ്റയ്ക്കിനെ വർത്താനം പറയുന്നത്, അമ്മ ഏതോ ലോകത്തുള്ള പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മനസ്സിലെന്നൊക്കെ സരയെ ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം ഇത് മുഴുവൻ ഞാനെങ്ങനെ കഴിച്ചു തീർക്കാനാണ്, മനുവേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടനെയും കൂടി വിളിക്കായിരുന്നു, മനുവേട്ടനും കൂടി ഇത് കഴിച്ചു തീർത്തേനെ എന്ന് പറയുമ്പോൾ, മനു എന്തേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് സരയുനാടായിട്ട് ശാരി. അതിനുശേഷം നമ്മുടെ മനുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഘനയുടെ അനിയത്തിയെ പെണ്ണ് കാണാൻ വന്നു നിൽക്കുന്നത് വേറെ ആരുമല്ല, മനു തന്നെയാണ്. അങ്ങനെ മനു അവിടെ വന്നിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് തൻ്റെ ബിസിനസ് ഇല്ലാത്ത ഓരോ ബിസിനസ്സും, അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്, എൻ്റെ ഫാമിലി അവിടെയാണ് ഇവിടെയാണ് സ്റ്റേറ്റ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാ കഥകൾ ഓരോന്നായി തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേഘനയുടെ അമ്മയും അച്ഛനും അരികിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേഘനയുടെ അനിയത്തി അവിടെ സൈഡിലായി നിൽക്കുകയും ചെയ്യാണ്. എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ, മോനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, എന്തായാലും ഞങ്ങൾ മാറിത്തരാം, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് മേഘനയുടെ അച്ഛനും അമ്മയും അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിഷയും അതുപോലെ മനുവും കൂടി സംസാരിക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു മധുരം എടുത്തിട്ട് മനു കഴിച്ചിട്ട് പറയാണ്, മധുരം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് മനു ആണെങ്കിൽ ചുറ്റും ഇങ്ങനെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയാം, എന്തായാലും ഇത് വലിയൊരു പാർട്ടി തന്നെയാണ്, കുറേ പൈസ ഒക്കെ ഇവിടുന്ന് തട്ടാൻ പറ്റും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് പറയാണ്, നമുക്ക് വേഗം തന്നെ ഒരു എൻഗേജ്മെൻറ്റ് നടത്താം, പിന്നെ കല്യാണം അധികം ആരെയും അറിയിക്കേണ്ട, എൻ്റെ അച്ഛനമ്മയും അങ്ങനെ ചില ബന്ധുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മനു പറയുമ്പോൾ, അത് മതി, അങ്ങനെ വേഗം തന്നെ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സമ്മതം, അങ്ങനെ ആ ഒരു വാക്ക് കൊടുക്കലൊക്കെ പോലെയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ശാരിയെ കാണിക്കുന്നുണ്ട്. ശാരിയാണെങ്കിൽ സരയുവിനിങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്, വായിലിങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സരയുവിന് ചെറിയ സംശയമൊക്കെ ഉണ്ട്. സരയെ ചോദിക്കണം, എന്താ അമ്മ ഇങ്ങനെയൊക്കെ, അമ്മ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ മോളുടെ വയറ്റിൽ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ ഇനി ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും സരയുവിന് ഇങ്ങനെ വായിലിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ കാര്യം അറിഞ്ഞിട്ടാ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ, എന്ത് പറ്റി അമ്മേ, നാളെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സരയും. അപ്പോൾ പെട്ടെന്ന് ശാരി പറയാണ്, അതെ, എനിക്ക് ഈ കയ്യുമ്മൽ കൂടെ ഒരു വേദനയുണ്ട്, അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചായിരുന്നു, ചില ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് നാളെയാണ് വരിക. അതിൻ്റെ ടെസ്റ്റൊക്കെ അമ്മ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ അപ്പം തന്നെ കിട്ടില്ല അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നില്ല, നാളെ ഞാൻ ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴായിരിക്കും എന്തായാലും ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുക എന്നൊക്കെ ഇന്ന് ശാരി പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ടൊന്ന് മാറ്റി പിടിക്കണമെന്ന് ശാരി വീണ്ടും പറയുമ്പോൾ, എന്ത് റൂട്ട് മാറ്റി പിടിക്കുന്ന കാര്യം അമ്മ പറയുന്നത് ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ കുറച്ച് നാളായാലും നടന്നിട്ടൊക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കൊളസ്ട്രോളോ ഷുഗറോ
എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടൊന്ന് മാറ്റി പിടിക്കണം. നമ്മൾ സാധാരണ പോണ വഴി കൂടെ അപ്പുറത്തെ വീട്ടിലുള്ളവർ വരികയില്ല. അതുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ പറഞ്ഞിട്ട് സാരീൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യം സംശയമൊക്കെ നീക്കി കൊടുക്കുകയാണ് ശാരി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരി എലിസബത്തിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതിനുശേഷമാണെങ്കിൽ എലിസബത്ത് ആണെങ്കിൽ കിരണിനെ കണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കിരൺ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എലിസബത്ത് പറയാണ്, കിരൺ സാറിനെ ഞാൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, പിന്നെ ഇന്റീരിയർ വർക്കൊക്കെ കല്യാണിക്ക് കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശാരി അതിൽ കടന്നു പോകുന്നത്. അപ്പോൾ ശാരി ഒരു കാഴ്ച കാണുന്നുണ്ട്. നമ്മുടെ കിരണും എലിസബത്തും കൂടി സംസാരിക്കുന്നത്. അപ്പോൾ ശാരി സംശയിക്കുകയാണ് ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ ശാരി ഇവർ കാണാതെ മാറി നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ പറയുന്നത് മറ്റൊന്നല്ല, വീട് മാറിത്തരുകയാണെങ്കിൽ ഉപകാരമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വർക്കൊക്കെ വേഗം ചെയ്യാമായിരുന്നു എന്നൊക്കെ കിരൺ പറയുമ്പോൾ അതിനെന്താ ഞാൻ മക്കളെയും കൊണ്ട് തറവാട്ടിലേക്ക് പൊക്കോളാം, 3 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാം എല്ലാം എന്നൊക്കെ കിരണും വാക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അല്ലാതെ അവർ ഈ ലാബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല സംസാരിച്ചത്. അങ്ങനെ ശാരിയുടെ അരികിലേക്കായിട്ട് എലിസബത്ത് വരുന്നുണ്ട്. അപ്പോൾ എലിസബത്തിനെ കാണുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി ശാരി പറയുകയാണ്, എന്തായിടി ഞാൻ തന്ന കാര്യങ്ങളൊക്കെ, എന്തായാലും അത് എൻ്റെ കൂട്ടുകാരി ആ കുട്ടിയുടെ അമ്മയല്ല എന്നല്ലേ നീ പറയാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് എലിസബത്ത് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കണ്ണിൽ ചില കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നേരിൽ കണ്ട് അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായതാണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം കിരൺ പറഞ്ഞു കൊടുത്തിട്ടാണ് എലിസബത്ത് ഇങ്ങനെ റിസൾട്ട് പറയാൻ വരുന്നതെന്നാണ് ശാരി ധരിച്ചിട്ടുള്ളത്. അപ്പോൾ എലിസബത്ത് പറയുകയാണ്, നീ എന്താ പറയുന്നത്, ഞാൻ ഈ റിസൾട്ടിനെ പറ്റി വേറെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ തന്നെയല്ല, ഞാൻ ഇത്രയും നാളുകൾക്ക് ശേഷം ഇത്രയും നാളിനിടയിൽ ഞാൻ ഒരു ഇതുപോലും ഞാൻ ചെയ്തിട്ടില്ല, ഒരു തെറ്റായിട്ടുള്ള റിസൾട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിനിടയിൽ വെച്ചിട്ട്. അങ്ങനെ ചെയ്യാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ എലിസബത്ത് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, പക്ഷേ നീ പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഇല്ലടി ഞാൻ അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് എലിസബത്ത്. അപ്പം നീ അങ്ങനെയല്ലായിരുന്നു, പക്ഷേ കൂടെ ബാധ്യതകളൊക്കെ വരുമ്പോൾ നീ അങ്ങനെയൊക്കെ അനുകൂലിച്ച് വരും എന്നൊക്കെ വീണ്ടും ശാരി എലിസബത്തിനെ കുറ്റപ്പെടുത്തണം. അപ്പം എലിസബത്തിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എലിസബത്ത് പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നീ ആ മുടിനാരി ഇഴകളെ നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിച്ചോ, ഞാനത് കീറി മുറിച്ച് ടെസ്റ്റ് ചെയ്തത് തന്നെയാണ്, പിന്നെയും അത് 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. നിന്റെ കൂട്ടുകാരിയുടെ മകളല്ല ആ മകളും, അത് ഉറപ്പാണ്, നീ എവിടെ വേണമെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് അവിടെ നിന്നും പോകുന്നത്. അത് കേൾക്കുന്ന ശാരി ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ശാരി വിചാരിക്കുകയാണ്, ഇതെന്താണ് ഇത്, അവൻ പറഞ്ഞിട്ട് തന്നെയായിരിക്കുള്ളൂ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ, എന്താ ഇപ്പം ചെയ്യുക, ആകെ പ്രതിസന്ധിയിലായല്ലോ എന്നൊക്കെ പിന്നെ നമ്മുടെ ശാരി അവിടെ നിന്നും വിചാരിക്കുകയാണ്. അതിനുശേഷം എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു സംശയം മനസ്സിലിട്ട് വീണ്ടും ശാരി തുടർന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി വീണ്ടും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ യഥസ്ഥിതി മനസ്സിലാക്കുകയും പിന്നീട് പൊട്ടിക്കരയുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം വെച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.